രാഹുൽ ഉണ്ടായിരുന്നോ? എന്നിട്ട് അവനോടെ പോയി? വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും സർ. അവൻ വീട്ടിലേക്കല്ലാതെ എവിടെ പോവാൻ? ഇവനെ പിടിച്ച് വണ്ടി കയറ്റി. ശരി സാർ, അങ്ങോട്ട് നടക്കുക. സർ, രാഹുലേട്ടൻ. നമുക്ക് അന്വേഷിക്കാം. തൊണ്ടി മുതലും കള്ളനെയും കിട്ടിയല്ലോ. സമാധാനം ഉണ്ടാക്കാം. നിങ്ങൾ വാ. അയ്യോ, എന്താ എന്റെ അവിടെ ശബ്ദം? ഒന്നുമില്ല, ബോട്ടിൽ താഴെ വീണതാ. നീ എന്താ ഇതുവഴി പാത്തും പതുങ്ങി കയറി വരുന്നത്? എന്താ രാഹുൽ, നിന്റെ മുഖം എന്താ വല്ലാതെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാം കൈവിട്ടു പോയമ്മേ. നമ്മൾ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ. നീ എന്തൊക്കെയാ പറയുന്നത്? എന്താ സംഭവിച്ചെന്ന് തെളിച്ചു പറ. എന്റെ പിന്നാലെ പോലീസുണ്ട്. പോലീസോ? അതെ, നമ്മൾ ഒളിപ്പിച്ചു വെച്ച സ്ഥലത്തുനിന്ന് സ്വർണ്ണം എടുക്കുമ്പോ അവിടെ പോലീസ് എത്തി. അയ്യോ, ആകെ പ്രശ്നമായി. ഞാൻ ഒരു വിധത്തിലാണ് രക്ഷപ്പെട്ടത്. പോലീസ് എങ്ങനെ അവിടെ എത്തി? എല്ലാത്തിനും പിന്നിൽ അവളാ, ആ ഗംഗ. കാര്യങ്ങൾ വിസ്തരിച്ച് പറഞ്ഞേക്കാൻ സമയമില്ല. പോലീസ് ഇപ്പൊ ഇവിടെ എത്തും. ഞാൻ എന്ത് ചെയ്യും? നിന്നെ പോലീസുകാർ കണ്ടോ? അറിയില്ല, കണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല. എസ് ഐ നമുക്ക് വേണ്ടപ്പെട്ട ആളല്ലേ. പ്രശ്നം ഉണ്ടായാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലേ? ഇല്ലമ്മേ, മഹിക്ക് വേണ്ടപ്പെട്ട പോലീസുകാർ ആ കൂട്ടത്തിലുണ്ട്. എസ് ഐ എന്തിനെങ്കിലും ശ്രമിച്ചാ അയാളുടെ പണി പോവും. അതുകൊണ്ട് അയാൾ ഒന്നും ചെയ്യില്ല. അവര് ഭദ്രനെയും കൂട്ടി ഇപ്പൊ ഇങ്ങോട്ട് വരുമെന്നുള്ള കാര്യം ഉറപ്പാ. അയ്യോ, മഹിക്ക് എല്ലാം മനസ്സിലായാ പിന്നെ ഈ വീട്ടിൽ എനിക്ക് സ്ഥാനം ഉണ്ടാവില്ല. ഏതു പോലീസ് വന്നാലും നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ പേടിക്കണ്ട, നിനക്കൊപ്പം അമ്മയുണ്ട്. എന്താ വേണ്ടതെന്ന് ഞാൻ പറയാം, നീ അതുപോലെ ചെയ്താൽ മതി. ശരി, നീ അവിടത്തേക്ക് ചെല്ലേ. ശരി, വേഗം ആവട്ടെ. മഹിയേട്ടാ, ദാ ഈ ചൂടുവെള്ളം കുടിക്ക്, നല്ല ആശ്വാസം കിട്ടും. എവിടെ? ഗംഗേച്ചി ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കാം. എവിടെയാ അവള് പോയത്? അത് അറിയില്ല. ആരോടും പറയാതെ അവൾ ഇത് എവിടെയാ പോകുന്നത്? എനിക്ക് വയ്യാതെ വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ പോലും അവൾക്ക് നേരമില്ലേ? ദേഷ്യപ്പെടല്ലേ മഹിയേട്ടാ, ചേച്ചി എന്തോ അത്യാവശ്യ കാര്യത്തിന് പോയതാ, ഉടനെ വരും. എനിക്കറിയാത്ത എന്ത് അത്യാവശ്യ കാര്യം അവൾക്കുള്ളത്? ഇത് അഹങ്കാരമാണ്. എന്തും ചെയ്യാന്ന തന്നിഷ്ടം. രാജി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിന്നെ എല്ലായിടത്തും നോക്കി. മഹിയേട്ടന് ചൂടുവെള്ളം കൊടുക്കാൻ വന്നതാ അമ്മേ. ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? കുഴപ്പമില്ല. നീ പോയി രാഹുൽ ഒരു ചുക്ക് കാപ്പി ഇട്ടു കൊടുക്ക്. രാഹുലേട്ടൻ വന്നോ? അവൻ എപ്പോഴേ വന്നതാ. നല്ല പനിയുണ്ട്, പുതച്ചു മൂടി കിടക്കുക. അയ്യോ, എന്താ പറ്റിയത്? രാഹുലിനും പനിയായോ? അതെ മോനെ, ചുട്ട പൊള്ളുന്ന പനിയാ. ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചിട്ടും വരുന്നില്ല. ഈശ്വര, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ചെല്ല്, ചെന്ന് അവൻ എന്താ വേണ്ടെന്ന് വെച്ച് ചെയ്തു കൊടുക്ക്. മഹിയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ശരി. രാഹുലിന് നല്ല വിഷമമുണ്ട് മഹി. പോരാത്തന് നല്ല പേടിയും. പേടിയോ? എന്തിന്? അവൻ ജ്വല്ലറിയിൽ ഉണ്ടായിരുന്നപ്പോഴല്ലേ ഇത് സംഭവിച്ചത്. അതുകൊണ്ട് നീ അവനെ സംശയിക്കുമെന്നുള്ള പേടി അവന്. അതാ
ഈ പനി പോലും പെട്ടെന്ന് വന്നത്. അവനങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. നഷ്ടപ്പെട്ടത് അവന്റെ കൂടി സ്വത്തല്ലേ. നീ ഇങ്ങനെ പറയുള്ളൂ എന്ന് ഞാൻ രാഹുലിനോട് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നിന്നെപ്പോലുള്ള പക്വതയൊന്നും അവനില്ലല്ലോ മോനെ. അതിന്റെ ടെൻഷനും കാണും. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അതിന്റെ ബാക്കി നോക്കി നിവൃത്തിയുള്ളൂ. അതെ, അതാ വേണ്ടത്. നിന്റെ ഈ മനോധൈര്യം. എന്നാലും പാവൻ രാഹുൽ, അവൻ പുതിയ ജോലിയും കാര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഇങ്ങനൊരവസ്ഥയായി. എന്തു ചെയ്യാനാ, എല്ലാം വിധി. എന്താ സാർ? മഹിയല്ലേ? ഉണ്ട്. എന്താ പോലീസുകാരൊക്കെ? എനിക്കറിയില്ല മോളെ. മഹി ഉണ്ടോന്ന് ചോദിച്ചു, ഞാനുണ്ടെന്ന് പറഞ്ഞു. കാര്യം എന്താന്ന് പറഞ്ഞില്ല. മോഷ്ടിച്ച് കൊണ്ടുപോയ സ്വർണം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ആണോ? ഈശ്വര, രക്ഷപ്പെട്ടു. മഹേഷിന് അറിയുമ്പോ വലിയ സന്തോഷാവും. ഞാൻ പോയി മഹേഷിനെ വിളിക്കാം. ആന്റി, ജ്വല്ലറിന്ന് പോയി സ്വർണം തിരികെ കിട്ടിയെന്ന് ഞാൻ പോയി മഹേഷിനോട് പറയട്ടെ. ഇവനാണ് മോഷ്ടിച്ചയാൾ. സ്വർണം മുഴുവൻ തിരികെ കിട്ടിയോ? നഷ്ടപ്പെട്ടതും തിരികെ കിട്ടിയതുമെല്ലാം നിങ്ങൾ തന്നെ നോക്കി ബോധ്യപ്പെട്ടാലേ കൃത്യമായി അറിയാൻ പറ്റൂ. മൈസാറേ, ഇവനാണ് വേഷം കെട്ടി ജ്വല്ലറിയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചത്. ഇവന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടി രക്ഷപ്പെട്ടു. ഇവനെ കിട്ടിയതുകൊണ്ട് ഇനി അവന്മാരെ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇത് തന്നെയല്ലേ നിങ്ങളെ സ്വർണ്ണമെന്ന് ഒന്ന് കൺഫേം ചെയ്യണം. അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കുമ്പോ ഇതല്ലാന്നെങ്ങാനും പറഞ്ഞാൽ ഞങ്ങൾ ചുറ്റിപ്പോകും. ആ, ഇത് ഞങ്ങളുടെ ജ്വല്ലറിയിലെ ഗോൾഡ് തന്നെയാണ്. ഇവനെ ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തത് ഈ വീട്ടിൽ തന്നെയുള്ള ആളാണെന്നാ പറഞ്ഞത്. അയാള് ഇവന്റെ കൂടെ സ്വർണം എടുക്കാനുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. അല്ല, നിങ്ങൾ ആരുടെ കാര്യം പറയുന്നത്? രാഹുലേട്ടന്റെ കാര്യം അവര് പറഞ്ഞത്. അനാവശ്യം പറയരുത്. രാഹുല് പനി പിടിച്ച് വെറിച്ച് മുറി കിടക്കുന്നുണ്ട്. രാജി അവനിപ്പോ കാപ്പി കൊടുത്തോണ്ടിരിക്കുക. രാഹുൽ ഇവിടെ ഉണ്ടെന്ന് ഉറപ്പാണോ? അതെ. എങ്കിൽ അത് ഞങ്ങൾ കൂടി ഒന്ന് ബോധ്യപ്പെടണം. മഹിയേട്ടാ, ഇതെന്താ പോലീസുകാർ ഈ രാത്രിയില്? അയ്യോ, ഇയാളല്ലേ അത്? നമ്മുടെ സ്വർണ്ണമൊക്കെ തിരിച്ചു കിട്ടി രാഹുൽ. സത്യമാണോ? മഹിയേട്ടാ, ഓ, ഇപ്പഴാ ഒരു ആശ്വാസമായത്. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. അത്രയ്ക്ക് ഞാൻ ഉള്ളുകൊണ്ട് ഒരുങ്ങിയതാ.
മഹിയേട്ടാ, ഇവനെ എന്താ ചെയ്യണ്ടേ? എന്തായാലും പോലീസിന്റെ കയ്യിലാണല്ലോ. എല്ലാം നിയമത്തിന്റെ വഴിക്ക് തന്നെ അങ്ങ് നടക്കട്ടെ. അല്ലേ മഹിയേട്ടാ? ഇയാളല്ലേ ഇവന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത്? അതെ. രാഹുൽ പറഞ്ഞിട്ടാണോടാ നീ ഇതൊക്കെ ചെയ്തത്? സത്യം പറയടാ, നിന്നെ കൊണ്ട് ആരെങ്കിലും ചെയ്തതാണെങ്കിൽ അതിനുള്ള കുറഞ്ഞ ശിക്ഷയെ നിനക്ക് കിട്ടൂ. അതല്ല, നീ നിന്റെ ഇഷ്ടത്തിനാണ് ചെയ്തതെങ്കിൽ കുറച്ചു കാലം അകത്ത് കിടക്കേണ്ടി വരും. അതൊക്കെ എന്തിനാ പറയുന്നത്? അവൻ സത്യം പറയും. പറയണം. അത് ഞാൻ എന്താടാ ഇന്ന് പരുങ്ങുന്നത്? ഉള്ളതുപോലെ പറഞ്ഞില്ലെങ്കിൽ ലോക്കപ്പിലിട്ട് നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കറിയാം. അതും മറക്കണ്ട. സാർ, ഞാൻ ഒറ്റയ്ക്കാണ് പ്ലാൻ ചെയ്തത്. ഇയാൾക്ക് ഇതിലൊരു പങ്കുമില്ല. നിങ്ങൾ എന്നെ സംശയിക്കുന്നത് വലിയ കഷ്ടമാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്കറിയില്ല. സ്വർണ്ണം നഷ്ടപ്പെട്ടതിൻ്റെ ഷോക്കിൽ ടെൻഷനായിട്ടാ എനിക്കിപ്പോൾ അസുഖം പോലും വന്നത്. എന്തായാലും സ്വർണം തിരിച്ചിട്ടല്ലോ. കോടതിയിലെ നടപടികൾ കഴിഞ്ഞാൽ ഉടനെ ഈ ഗോൾഡ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ശരി സാർ. ഇവനെ ഞങ്ങൾ വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്യട്ടെ. മറ്റെന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ അറിയിക്കാം. എനിവേ, എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗംഗയുടെ അവസരോചിതമായ ഇടപെടൽ കൊണ്ടാണ് സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞത്. പിടിച്ചു വണ്ടി കയറ്റി. പിടിക്കോനെ കൊണ്ടുപോ. അയ്യോ മോനെ, എന്റെ മോൻ ചുമക്കുന്ന കണ്ടില്ലേ? പോയി വെള്ളം ചൂടാക്കി കൊണ്ടുവാടി. ശരി അമ്മേ. അമ്മേ, എല്ലാം കൈവിട്ട് പോയല്ലോ. ആ സ്വർണം കണ്ടപ്പോ എന്റെ സകല നിയന്ത്രണവും പോയി. എത്ര നാളത്തെ സ്വപ്നം പാഴായിപ്പോയത്. എന്തെല്ലാം കണക്കുകൂട്ടലുകളായിരുന്നു. എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നില്ലേ? തകർന്നതല്ലമ്മേ, തകർത്തതാ. ആ ഗംഗ, അവളെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഗതികേട്. ഓർത്തിട്ട് എനിക്ക് കരച്ചിൽ വരിക. ഇനി എന്ത് ചെയ്യാനാ? ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് കിട്ടിയിരുന്നെങ്കിൽ ആ സ്വർണം നമുക്ക് നഷ്ടമാവില്ലായിരുന്നു അമ്മേ. എനിക്കതല്ല, ആ ഗംഗയ്ക്ക് എങ്ങനെ മനസ്സിലായിന്നാ എനിക്ക് പിടികിട്ടാത്ത. എങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ? ആ ഗൗരിയുടെ നശിച്ച പ്രേതമായിരിക്കും അവളെ സഹായിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ എന്തെങ്കിലും മന്ത്രങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് ആ ദുരാത്മാവിനെ ബന്ധിപ്പിച്ചിട്ട് പോകണമായിരുന്നു. ആ സമയത്ത് അതും ഓർത്തില്ല. എല്ലാ ശ്രദ്ധയും സ്വർണത്തിലായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മഹിക്ക് എന്നെ സംശയം തോന്നിയിട്ടുണ്ടാവൂ. ഉണ്ടാവും. അവൻ വെളിവും വെള്ളിയാഴ്ചയൊന്നും ഇല്ലാത്തവനല്ല. അവനെ സമാധാനിപ്പിക്കാൻ നമുക്ക് എന്തേലും ചെയ്യാം. ഗംഗേ, എന്താ മഹിയേട്ടാ? ഗംഗ എന്നോട് ക്ഷമിക്കണം. കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഞാൻ എന്തൊക്കെയോ ചെയ്തു, എന്തൊക്കെയോ പറഞ്ഞു. ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾക്ക് ആശ്വാസവാക്ക് പറയാൻ മാത്രമല്ല, പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കാൻ സാധിക്കുമെന്ന് ഗംഗ തെളിയിച്ചിരിക്കുക. ഒന്നല്ല
ഒരുപാട് പ്രാവശ്യം ഗംഗ തെളിയിച്ചു. എന്നെയും മാളുവിനെയും പല ആപത്തുകളിൽ നിന്നും പല പ്രശ്നങ്ങളിൽ നിന്നും ഗംഗ രക്ഷിച്ചു. എന്തിനാ മഹേട്ടാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഗംഗയെ ഞാൻ തെറ്റിദ്ധരിച്ച് പെരുമാറിയതിനും വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചതിനും ഉള്ളു നീറുന്ന കുറ്റബോധമുണ്ട് എനിക്ക്. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. മഹേട്ടന് വയ്യാതിരുന്നപ്പോ ഞാൻ അടുത്തില്ലായിരുന്നു. അത് ഞാൻ ചെയ്ത തെറ്റ് തന്നെയാ. പക്ഷെ ആ സമയത്ത് ഞാൻ അടുത്തിരിക്കുന്നതിനേക്കാളും മഹേട്ടന് അസുഖത്തിന് കാരണമായ പ്രശ്നം പരിഹരിക്കുന്നതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നി. അതാ ആരോടൊന്നും പറയാതെ ഞാൻ ഇങ്ങനെ ഒരു ശ്രമം നടത്തിയത്. എന്നാലും എത്ര അപകടം പിടിച്ച കാര്യമാണ് ഗംഗെ നീ ഒറ്റയ്ക്ക് ചെയ്തത്. ആ കള്ളന്മാരൊക്കെ നിന്നെ ഉപദ്രവിച്ചെങ്കിലോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല മഹേട്ട. എനിക്കൊന്നും വരാതെ ശ്രീ മഹേശ്വരൻ എന്നെ കാത്തോളുന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. മഹേട്ടന്റെ മനസ്സ് വിഷമിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്നും മഹേട്ടൻ സന്തോഷമായിട്ടിരിക്കണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്നുയിരേ പെൺകിളിയേ എന്നകമേ തേന്മഴയേ നീ എന്ന വാക്കിനുള്ളിൽ പ്രണയം. നീ എന്റെ ഭാഗ്യമാണ് ഗംഗെ. എന്റെയും മാളുവിന്റെ ജീവിതത്തിലേക്ക് വന്ന വെളിച്ചമാണ് നീ. നിന്നെ ഇനി ഒരിക്കലും ഞാൻ വേദനിപ്പിക്കില്ല. നീലമേഘമായി അലയുകയായി മഞ്ഞിൻ കൈവിരലാൽ കവിളത്തു നീ തഴുകി ചന്തം കൂടി വരും മഴവില്ലായി മാറിവൾ. എനിക്കറിയാം മഹേട്ട, ഈ മനസ്സ് നിറയെ സ്നേഹം മാത്രാണെന്ന്. മഹേട്ട, ഞാനൊരു കാര്യം പറഞ്ഞ മഹേട്ട എന്നോട് ദേഷ്യാവോ? എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ, എന്നോട് എന്ത് കാര്യവും മുഖവരിയും ടെൻഷനും ഒന്നും ഇല്ലാതെ എനിക്ക് പറയാവുന്ന. അതെ, മഹേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം. അത് ചെയ്യാൻ മഹേട്ടനെ പ്രേരിപ്പിച്ചത് ഞാൻ തന്നെയാണ്. ഞാൻ പറയുന്നത് രാഹുലേട്ടന്റെ കാര്യം മഹേട്ട. രാജയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞിട്ടല്ലേ മഹേട്ടൻ രാഹുലേട്ടനെ ജ്വല്ലറിയിലെ മാനേജറാക്കിയത്. അത് തെറ്റായി പോയിന്ന് തോന്നുന്നു. ജ്വല്ലറിയിൽ നടന്ന സ്വർണ്ണക്കടത്തിൽ രാഹുലേട്ടന് പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാം ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാൻ മഹേട്ടന് പ്രയാസമായിരിക്കും. ഈ വീട്ടില് മഹേട്ടനും രാഹുലേട്ടനും തമ്മിലൊരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതല്ല മഹേട്ട. രാഹുലേട്ടന് ഇതിൽ പങ്കുണ്ടെന്ന് എനിക്ക് ശക്തമായ തോന്നലുണ്ടാക്കുന്ന ചില സൂചനകൾ കിട്ടി. പക്ഷേ അത് വ്യക്തമായി പറയാനും സ്ഥാപിക്കാനും എന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. ഗംഗ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. രാഹുലിന്റെ കാര്യത്തില് എനിക്കും ചില സംശയങ്ങളുണ്ട്. പിന്നെ ഗംഗ വെറുതെ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇക്കാര്യം ഞാൻ പറയുമ്പോ മഹേട്ടൻ എങ്ങനെ പ്രതികരിക്കുന്ന ടെൻഷനിലായിരുന്നു ഞാൻ. ശ്രീ മഹേശ്വരനോട് ഒരു 100 തവണ പ്രാർത്ഥിച്ചിട്ടാ ഞാൻ ഇക്കാര്യം ഇപ്പൊ പറഞ്ഞത് തന്നെ. എന്നോടൊരു കാര്യം പറയാൻ താൻ ഇത്രയും ഭയക്കുന്നതിന്? തന്നെ അറിയാത്ത ആളൊന്നും അല്ലല്ലോ ഞാൻ. ഒരു ഉറുമ്പിനെ പോലും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാൻ താൻ ശ്രമിക്കില്ല എന്ന് എനിക്കറിഞ്ഞൂടെ. നീ ഒന്നിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട. ഞാൻ നാളെ തന്നെ രാഹുലിനെ കുറിച്ച് അന്വേഷിക്കാം. സത്യം എന്താണെന്ന് നമുക്ക് കണ്ടെത്താം. അതുപോലെ
മതി മഹേട്ടാ. നീ എനിക്ക് വേണ്ടി ഓരോ പ്രാവശ്യവും എന്തൊക്കെ ഉപകാരങ്ങൾ ചെയ്തു തരുന്നത്. അതിനെല്ലാം ഞാൻ എന്ത് ചെയ്തു തന്നാലും പകരമാവില്ല ഗംഗെ. എന്തിനാ മഹേട്ടാ വീണ്ടും ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ഗംഗയ്ക്ക് തരാൻ ഒരു സമ്മാനം വാങ്ങി വെച്ചിരുന്നു. പല പല പ്രശ്നങ്ങൾ കാരണം അത് തരാൻ പറ്റാതെ പോയി. ഇതിപ്പോ അത് തരാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭമായി തോന്നുന്നു. മഹേട്ടാ, എനിക്ക് ഈ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനം കിട്ടിക്കഴിഞ്ഞു. അത് മഹേട്ടന്റെ സ്നേഹവും നമ്മുടെ മാളുവാ. അതിനപ്പുറം എനിക്കൊന്നും വേണ്ട. മഹേട്ടന്റെ ഉയർച്ചയ്ക്കും മാളുവിന്റെ സന്തോഷത്തിനും വേണ്ടി ഇനിയുള്ള കാലം ജീവിക്കണം. അത് മാത്രം എന്റെ ലക്ഷ്യം. പിന്നെ അത് തന്റെ ലക്ഷ്യവും ആഗ്രഹവും സന്തോഷമല്ലേ? അതുപോലെ ഗംഗയ്ക്ക് വേണ്ടി പലതും ചെയ്യാൻ എനിക്കും മോഹം ഉണ്ടാവില്ലേ? ഇതങ്ങനെ കരുതിയാൽ മതി.